അടിയുടെ മണം കിട്ടിയപ്പോഴേ അവന്മാര് മുങ്ങി. എനിക്ക് ആദ്യം തോന്നിയിരുന്നു നമുക്കിട്ടുള്ള പണിയാണെന്ന്. അതെങ്ങനെ അപ്പോഴേക്ക് വിളി ചാടി ഇറങ്ങിയില്ലേ? എന്തെങ്കിലും അലമ്പുണ്ടായി അവന്മാര് മുമ്പ് കയറി നിൽക്കുന്നല്ലേ ഞാൻ കരുതിയത്. ഇത്രയ്ക്ക് പേടി തുറിയാണെന്ന് ഞാൻ അറിഞ്ഞു. നോക്കിയേ ചേട്ടന്മാര് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി ഒക്കെ കഴിച്ചോണം, ശോധനയ്ക്ക് നല്ലതാ. നിങ്ങൾ ഇതൊക്കെ കഴിച്ച് ഒരു 4-5 ദിവസം റെസ്റ്റ് എടുക്കും. കോളേജിലെ കാര്യങ്ങളൊക്കെ ചേട്ടന്മാരേറ്റു. അങ്ങനെ പേക്കണ്ട. ഗുണ്ട് സർട്ടിഫിക്കറ്റ് എഴുതി തീർന്നാ ഞങ്ങൾ ക്യാമ്പസിലോട്ട് തന്നെ വരുന്നത്. എടാ, ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ നിങ്ങൾ ഈ കാണിച്ചത്? എടാ, ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങി കന്നന്തിരിവ് കാണിക്കുന്നതിന് മുമ്പ് അടി ഏതൊക്കെ വഴിയിൽ വരുന്നുള്ള കാര്യം വേണ്ടി ആദ്യം നോക്കി വെക്കാം. അതൊക്കെ ശരിയായിക്കോളും. എക്സ്പീരിയൻസിന്റെ കുറവ്. 4 പേരും വികലാംഗരാണെന്ന് അറിഞ്ഞില്ല. നട്ടലിന്റെ കുറവേ. അച്ചോടം മുത്തേ വാവയുടെ ചുണ്ടുമുഞ്ഞു. ഹലോ, അത് വേണ്ട. അപ്പൊ നിങ്ങൾ അങ്ങനെയാണല്ലേ? ചേട്ടന്മാര് കൊണ്ടുവന്ന കൊട്ടയം വെട്ടിയെടുത്തോ. എന്നിട്ട് പുതിയ വല്ല സമരമുറ ഉണ്ടെങ്കിലേ അറിയിക്കേ. പഴശ്ശിയുടെ സമരമുറകൾ എന്തൊക്കെയാണെന്ന് ക്യാമ്പസ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. പഴശ്ശി അത്ര ഏറ്റില്ല. അപ്പൊ ബൈ ബൈ, റെസ്റ്റ് ഇൻ പീസ്.